ലോട്ടറി 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 ഇന്നത്തെ കേരള ഇന്നത്തെ ഡാബി ഡേ ഒരെണ്ണം എടുത്തിട്ട് പോടാ ഡേയ് കൈനീട്ടം കൊടുത്തിട്ട് പോടാ ചാടി കിട്ടാ ഡേയ് ചേട്ടാ ഇന്നത്തെ കേരള വാടാ ചേട്ടാ മോനേടാ യു ചക്കര ഒരു ലോട്ടറി എടുക്കടാ ഇടാ ഒരു ലോട്ടറി കൈനീട്ടം വെച്ചിട്ടുണ്ടാ മോനെ അതുകൊണ്ട് ഒരു ലോട്ടറി എന്റെ പൊന്നു മക്കളെ നീ ഇതൊരു ലോട്ടറി എടുത്തിട്ടില്ലേ ഇവിടെ ലോട്ടറി ആദ്യമായിട്ടാണ് നീ എടുക്കണേ ഇവിടെ മക്കളെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങില്ല ഒരു ലോട്ടറി ഇവിടെ ഞാൻ ആദ്യമായിട്ട് ആർക്ക് ലോട്ടറി എടുത്തിട്ടുണ്ടോ ഭഗവാനെ ശിവനടിക്കണേ നീ ഇത് എടാ ഇത് നിനക്കാണ് കൺഫേം അടിക്കും ഇന്നത്തെ കേരള ഇത് അടിക്കും കൺഫേം അടിക്കും കൺഫേം ആയിട്ട് 70 ലക്ഷം രൂപ കണ്ടില്ലേ ടിക്കറ്റ് 40 രൂപ 40 രൂപ 10 രൂപ ഇവിടെ അതിൽ എഴുതിയിരിക്കണേ എന്റെ 10 രൂപ മതി 40 രൂപ വേണ്ട ഇവിടെ എന്റെ പൊന്നുമക്കളെ നീ ഈ കാലത്തല്ലേ ജീവിക്കുന്നത് 2024 ലോട്ടറിക്ക് 40 രൂപ ഏറ്റവും കുറഞ്ഞ 40 രൂപ പിന്നെ കൂടിയല്ലേ ഉള്ളൂ വേണ്ടേ വേറെ 40 രൂപ ഇത് അടിക്കും പിന്നെ ഒന്നും കൂടെ നിനക്ക് തന്നെ അടിക്കും പൈസ എവിടെ പോണേ പൈസ വാങ്ങിക്കണ്ടേ പൈസ ആരും എന്റെ പൈസ അവളെ കൊണ്ടുവരുമോ ഓ നിൻ ചുമ്മാ ഇത്ര വിശ്വാസം പിന്നെ 40 രൂപ എടുത്തോണ്ടോ 40 രൂപ എന്തിനാ എടാ നീ ലോട്ടറി എടുത്താ 70 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് ഭംഗിയൊക്കെ നോക്കിട്ടാണോ ലോട്ടറി എടുക്കുന്നത് കളർഫുൾ ആണല്ലോ അങ്ങനെയുണ്ടോ എനിക്കറിയത്തില്ല എന്റെ അടുത്ത് നമ്പർ കാര്യം മാത്രം അങ്ങനെ പറഞ്ഞുള്ളൂ 1464 ലാസ്റ്റ് അടിക്കുന്നാണ് അയാൾ പറഞ്ഞത് ഇതാ പൈസ നോക്കി നിന്റെ പൈസ ഇല്ലേ മകളേടാ എടാ ഒരു ബമ്പർ കൂടെ എടുക്കട്ടാ വേണ്ടേ എടാ അടിക്കോടാ ഓ എന്റെ പൊന്നു മക്കളെ എടാ നിനക്ക് അടിക്കും ചുരി നിനക്ക് അടിക്കും ശിവനെ വിളിക്കുന്നുണ്ട് അടിച്ചില്ലെങ്കിലാണ് എടാ മക്കളെ അടിക്കും നോക്ക് ആ കൊച്ചിന്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നു അല്ല അവക്ക് ആർക്കെങ്കിലും അടിക്കും നോക്കിയാ അതെ അടിക്കും കൺഫേം 10 രൂപ തന്നാ മതിയാ വേണം അല്ല ഉണ്ട് അല്ലേ വേണമെങ്കിൽ ഒരു ലോട്ടറി തരാം 10 രൂപയ്ക്ക് നേരത്തെ ലോട്ടറി ഇല്ലെന്ന് പറഞ്ഞു അല്ല പഴയതുണ്ടോ പഴയത് അടിക്കോ പഴയത് ഒന്ന് പോയാണ് നിനക്ക് ശിവനെ അപ്പൊ അടുത്ത പ്രാവശ്യം 30 തരി ശിവനെ അടിക്കല്ലേട്ടാ അടിക്കും അവനടി ഒരു കാര്യം ചെയ്യ് ഇത് എന്റെ കയ്യിൽ വെച്ചാൽ ശരിയാവില്ലെന്നോ വെച്ചോ സൂക്ഷിച്ച് വെക്കണേ ബാഗിലിടാം 70 ലക്ഷം രൂപയാണ് എടാ നീയേ ആ ലോട്ടറി എടുത്തപ്പോഴേ എനിക്ക് ആദ്യം ഒന്നും തോന്നിയില്ല പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി അടിക്കൂലെന്നല്ലേ അല്ല നിനക്ക് ലൈഫിൽ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വന്നെന്നുള്ള കാര്യം മനസ്സിലായി അതുകൊണ്ടാണല്ലോ നീ ആ ലോട്ടറി എടുത്തത് എനിക്ക് ഉത്തരവാദിത്വം വന്നിട്ട് കുറെ നാളായി പക്ഷെ നീ അത് മനസ്സിലാക്കാൻ താമസിച്ചതേ ഉള്ളൂ എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഉത്തരവാദിത്വ ബോധം വന്നിട്ട് കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഉത്തരവാദിത്വ ബോധം ഉണ്ട് പക്ഷെ നീ അത് മനസ്സിലാക്കുന്നത് വൈകിപ്പോയിട്ടാണ് എടാ ഞാനേ പറഞ്ഞു വന്ന എന്താന്ന് നിനക്ക് മനസ്സിലായോ ഈ സാധാരണ ഈ ലൈഫിൽ എന്തെങ്കിലും ലക്ഷ്യമൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് മനസ്സിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ളവരാണ് പൊതുവെ ഈ ലോട്ടറി വലിയ എമൗണ്ട് ഉള്ള ലോട്ടറി ഒക്കെ എടുക്കുന്നത് അവർക്കൊരു ഉള്ളിലൊരു സാധനം ഉണ്ടാവുമല്ലോ ഇത് അടിച്ചിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം എന്നൊക്കെ അല്ലാണ്ട് ഈ അലക്ഷ്യമായിട്ട് നടക്കുന്ന ആൾക്കാർ പൊതുവെ ഈ സാധനം ഒന്നും എടുക്കത്തില്ല അതാ ഞാൻ പറഞ്ഞത് എൻ്റെ എനിക്ക് ലക്ഷ്യബോധം ഉണ്ടെന്ന് തോന്നിയത് ലോട്ടറി എടുത്തപ്പോഴാണ് അല്ലേ ലോട്ടറി എടുത്തത് എന്തിനാ എത്ര സമയവും നീ എന്താ ചെയ്യാൻ പോണു കീറിക്കളയാൻ പോണു നീയല്ലേ പറഞ്ഞ ഇതിലാണ് എൻ്റെ ലക്ഷ്യബോധം ഇരിക്കണമെന്ന് അതെനീ മാറ്റണം ഇതിലല്ല എൻ്റെ ലക്ഷ്യബോധം ഇരിക്കണം മനസ്സിലായ ആന്ന് പറഞ്ഞ പാന്ന് കേൾക്കണ തെണ്ടി എടീ നമുക്ക് ഒരുപാട് ലക്ഷ്യം ഉണ്ടായിരിക്കണം മനസ്സിലായ കടൽ പോലെ നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം ഒരുപാട് ലക്ഷ്യം ഇവിടെ സാധാരണപ്പെട്ട എല്ലാ മനുഷ്യന്മാർക്കും ഒരു ലക്ഷ്യമൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്നാലേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ അത് സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇതെനിക്ക് മനസ്സിലായ
അങ്ങനെ ഒരുപാട് ലക്ഷ്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കടൽ പോലെ കിടക്കും, പരന്ന് കിടക്കും ലക്ഷ്യങ്ങൾ. നമ്മളെന്ത് ചെയ്യും? ഒരു വലയും കൊണ്ട് വിരിക്കും, അങ്ങോട്ട് വിരിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കും. അപ്പം 10-40 ലക്ഷ്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കിട്ടും. മനസ്സിലായ? അങ്ങനെ വേണം ജീവിക്കാൻ. വൻ ഫിലോസഫി. വെറുതെ അല്ലാതെ നീ എവിടെ എത്താത്തത്? ഞാൻ പറയണതല്ല, പല ബുക്കുകളിൽ നിന്ന് വായിച്ച കാര്യം. ശരി, നീ ആ വലയം വിരിച്ചോണ്ടിരി. നീ നോയിക്കോ. നായിക്കോ. ഞാനേ വേറെ സീരിയസ് ആയിട്ടുള്ള കാര്യം നിന്റെ അടുത്ത് പറയാനുണ്ടായിരുന്നു. അടുത്ത ഫുഡ് വാങ്ങിക്കാൻ ഫണ്ട്. ഇത്രയും സാഹിത്യവും ഇത്രയും കാര്യങ്ങളും ലൈഫിന്റെ സാഹിത്യത്തിന് പൈസ വേണ്ടല്ലോ. ഇവിടെ എന്നാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിനക്ക് ചോദിക്കാൻ പറ്റിയ കാര്യം ഇതാണ്. പിന്നെ ഫുഡിന് ഫുഡ് തന്നെ വേണ്ടേ? അതും പോയി. പൈസ ഉണ്ടോ? ഉണ്ടെന്നാ ഇല്ലെന്നാ? ബാ, എനിക്ക് വിശക്കുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ വാങ്ങിച്ചു തരണായിരിക്കും. പിന്നല്ല, ഞാൻ വാങ്ങിക്കണോ? അല്ലേ പണ്ടോ ചോദിച്ചത്? ഇത് അടിക്കട്ടെ 70 ലക്ഷം രൂപ. ഞാൻ ഫുഡ് കൊണ്ട് ഞാൻ വിളമ്പം ഞാൻ എടുക്കാം. എടുക്കോ? വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. ഇതെന്താ ഹോംവർക്ക് ചെയ്യാൻ ഏട്ടാ? ആ, ഇതും ഒരു വിധത്തിലെ ഹോംവർക്കാണ്. ഈ വർക്ക് നേരെ നടന്നാലേ നിങ്ങളുടെ ഈ വർക്ക് നടക്കും. ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഏട്ടാ? വേണ്ട വേണ്ട, വേണ്ടേ? അല്ലെ ഒരു കാര്യം ചെയ്യും, ഇതൊന്ന് വായിക്കേ. ഞാൻ എഴുതിയത് എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. പരിപ്പ്, ഉലുവ, കടല, പയർ, ഗോതമ്പ്, കടുക്, പഞ്ചസാര. പഞ്ചസാര ഉണ്ടോ? പഞ്ചസാരയുടെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്. ശരി, പഞ്ചസാര വേണ്ട. ആ, അടുത്തത്. അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗുണം ഉണ്ടായില്ലേ? ഉണ്ടായി. അടുത്ത വായിക്കേ. മഞ്ഞൾപ്പൊടി, ജീരകം, ശർക്കര, അവിൽ, മുളക്, അരി, ഉഴുന്ന്, ശർക്കര. ശർക്കര 2 പ്രാവശ്യം എഴുതിയാ? ഓക്കെ. ആ, അതാണ്. കൊള്ളാലോ, അമ്മാവന് പുതിയ സഹായിയായല്ല. ഓ, ഞാനേ സാധനങ്ങളെല്ലാം ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കായിരുന്നു. അപ്പൊ ആ സഹായിക്കാൻ വേണ്ടി വന്നിരുന്നതാണ്. അത് കൊള്ളാം. മോളെ, നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഓ, നിനക്കൊരു പുതിയ വണ്ടി വാങ്ങിച്ചോട്ടെ? എന്തിനാണ് നീ ഇങ്ങനെ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ ഈ വണ്ടിക്ക് ഇങ്ങനെ വാടക കൊടുത്തോണ്ടിരിക്കുന്നത്? എന്റെ അമ്മാവ ഡെയിലി 100 രൂപ കൊടുത്താ പോരെ? ഈ ഡെയിലി 100 രൂപ എന്ന് പറയുമ്പോഴേ ഒരു മാസം എത്രയായി? 3000 രൂപ ആയില്ലേ? അത് CC അടച്ചാ പോരെ? സമയമുണ്ടല്ലോ വാങ്ങിക്കാം. തല തിന്നല്ലേ, വയ്യ, എനിക്ക് ടയേർഡാ. ശരി, പോയി. എനിക്കിന്ന് കോളേജിൽ പോകണ്ടായിരുന്നോ? എനിക്കിന്ന് സമരമാ. ഓ, എന്തായാലും അമ്മാവൻ്റെ ഒരു സഹായമായല്ലോ. നടക്കട്ടെ. വേണ്ടോ? അങ്ങനെ ഓക്കെ കൊടുക്കണം. 30 എൻട്രി സെറ്റ്. പവി വിളിക്കണേ. കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് എടുത്തോളാം. ആ, ഓക്കെ. ഇത് പിന്നെ ഇങ്ങനായി ഉണ്ടാ? ഇത് കളിച്ചിട്ടുള്ള കാശ് കിട്ടൂ? കെട്ടുകണക്കിന് കാശ് കിട്ടുമെന്ന്. അതാ എനിക്ക് സംശയം. അതെന്താ? പിന്നെ ഗെയിമും കളിക്കാൻ സമ്മതിക്കൂല ഇവൻ. എടി, അതായതേ നീ ഇപ്പൊ ഗെയിം കളിച്ചിട്ട് നിനക്ക് പൈസ കിട്ടുമെന്ന് വിചാരിച്ചോ? നീ അത് ആരോടെങ്കിലും പലപ്പോ എന്നോട് പറഞ്ഞില്ലേ? അപ്പം അവരും അതുപോലെ ചെയ്യാം, അവർക്കും ക്യാഷ് കിട്ടൂലേ? അപ്പൊ പിന്നെ നീ ഇങ്ങനെ യൂണീക്ക് ആവുന്നത്? അപ്പൊ ഞാനതിന് 100 രൂപയോ? അതെന്തായാലും പോയി കാണും. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇങ്ങനെ ബിരിയാണി കൊടുത്താലോ ഒന്ന് നമുക്കൊന്ന് കളിച്ചു നോക്കാം. എത്തിയാ? ഓ, അവൻ കിടന്ന് വിളിയോട് വിളിയായിരുന്നു. അതൊക്കെ ഞാൻ എടുക്കാം. നിങ്ങളെ എന്തോ ബിരിയാണി ഓർഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളൊരു ഗെയിമിന്റെ കാര്യത്തെ പറ്റി പറഞ്ഞതാ. കുറച്ച് കാശ് ഉണ്ടാക്കാനുള്ള പരിപാടി. മെച്ചം വല്ലതും ഉണ്ടാവോടെ? ഉണ്ടാവണല്ലോ ലേഡി. അച്ഛൻ മാത്രമല്ല, ബാലൻസ് ഉണ്ടാവും. നീ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൈസ പോണ വഴി അറിയത്തില്ല. ഹലോ പവി. പിന്നെ പോടാ. ഒന്നുമില്ല. ശരി ശരി. എന്നാലേ ഞാനിത് പോയി അമ്മാവനോടൊക്കെ പോയി പറഞ്ഞിട്ട് വരട്ടെ. ഒന്നുമില്ലടി. എത്രയാണെന്നറിയോ അടിച്ചത്?
എനിക്ക് തോന്നുന്നു അതിനകത്ത് 70 ലക്ഷം എന്തോ കണ്ടെന്ന്. എന്റെ പൊന്നെ ആ പൊളിക്കും. മക്കളെ ഈ പറഞ്ഞ സത്യമാണോ? ദൈവമേ, എനിക്ക് സന്തോഷമായി. അതെ, ഇത് മക്കൾക്ക് അറിയാമോ ഞാൻ എന്തുമാത്രം ലോട്ടറി എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്കിതുവരെ വലിയ പ്രൈസ് ഒന്നും അടിച്ചിട്ടില്ല. കൂടി പോയി അടിച്ചിട്ടുള്ളത് ഒരു ദിവസം 5000 രൂപ അയച്ചു. ഇതിപ്പോ കേട്ടപ്പോട്ടല്ലോ. ഓരോ ഭാഗ്യം വരുന്ന വഴിയേ. പിന്നെ അതുപോലെ ഒരു ചെറിയ ഭാഗ്യമല്ലോ ആണോ? പവിയുടെയും ചാരുമാളും ജീവിതം പച്ച പിടിക്കൂലേ അതുകൊണ്ട്. അല്ല, അമ്മാവനും വല്ലതും തരുമായിരിക്കും അല്ലേ? തരാതിരിക്കൂല. ബമ്പറാണ്. അതറിഞ്ഞൂടാ. അല്ല, ആണെങ്കിലും അല്ലെങ്കിലും നല്ലൊരു തുക ഉണ്ടാവേ. ഉറപ്പായിട്ടും ഉണ്ടാവില്ലേ? അതുണ്ടാവും. എന്തായാലും അവൻ നമ്മളെ മറക്കൂല. അത് മറക്കണ ചെറുക്കനല്ല. ഇപ്പൊ എഴുതിക്കൊണ്ട് ലിസ്റ്റിനകത്തെ കുറച്ച് ബിരിയാണി അരി ചിക്കനും കൂടെ കയറ്റിയല്ല. ബിരിയാണി ആക്കാം. പിന്നെന്താ അമ്മാവൻ എഴുത്. നമ്മ ഇത് ആഘോഷിക്കാൻ പോവാണോ? പിന്നല്ലാതെ ഇന്നല്ല അവൻ എന്നാ ആഘോഷിക്കാൻ? ആഘോഷത്തിന്റെ ദിവസമല്ലേ? എല്ലാ ചെലവും ഒന്ന് ചാരുക. എന്നാ ബീഫ് മതി. ബീഫ് ബിരിയാണി വെച്ചിട്ട് കുറെ നാളായി. ബീഫ് എങ്കിൽ ബീഫ്, ചിക്കൻ എങ്കിൽ ചിക്കൻ, മട്ടൻ എങ്കിൽ മട്ടൻ, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എല്ലാം സെറ്റാണ് ഇവിടെ. എന്നാ ഇങ്ങോട്ട് പറഞ്ഞിട്ട് വരാവേ. ശരി. അമ്മാവാ, എനിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. എന്താണ്? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് തന്നെ അടിക്കണം. അത് പൊളിക്കും. എങ്ങനെ പോവാ? നമുക്ക് ട്രെയിനിലാണോ? ട്രെയിനോ? കോടികളല്ലേ നമ്മുടെ കയ്യിലിരിക്കണേ. നമുക്ക് ഫ്ലൈറ്റിനോ, ഇനി വേണേ നമുക്കൊരു പുതിയ കാർ തന്നെ വെച്ചാൽ അതിലങ്ങ് പോവാം. പുതിയ കാർ പിന്നെ ഭവിയുടെ അടുത്ത് എനിക്കൊരു മുഖ്യമായ കാര്യം പറയാനുണ്ട്. ആദ്യം തന്നെ കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ച് സ്ഥലവും ഒരു വീടും വാങ്ങിക്കാൻ പറയണം. അതാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാനുള്ള ഇതുകൂടെ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ മടിയനായി പോകും. ഒന്നാമതാവും ജോലി ചെയ്യാൻ ഭയങ്കര മടിയാണ് അവന്. അല്ലെങ്കിൽ മടിയനായി പോകും. അമ്മ പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. എന്തായാലും കോടികൾ ഇങ്ങോട്ട് കിട്ടട്ടെ, നമുക്ക് പൊളിക്കാന്നേ. അല്ല, ചാരുമോളോടെ ലോട്ടറി അടിച്ചതറിഞ്ഞ് ബോധം കെട്ട് വീണ അറിഞ്ഞൂടവാ. നീ ബ്ലാക്ക് പാൻസ് തന്നെ ഇട്ടിരുന്നത്? ഞാൻ ഇത് തന്നെ ഇട്ടിരുന്ന. എന്നെ അവൻ കൊല്ലൂടി. ടെൻഷൻ ആവില്ല, ഒന്നുകൂടെ നോക്ക്. ഇതിനകത്തില്ല. ഇല്ലടി അതിനകത്ത്. ഞാൻ നോക്കിയതല്ലേ. അയ്യോ, വന്നിട്ട് ഡ്രസ്സൊക്കെ വലിച്ചത് കുളിക്കാൻ കയറി. അപ്പൊ നിന്റെ ഫുഡ് ഡെലിവറി ബാഗിൽ കാണുമോ? എടി ഞാൻ അതൊക്കെ തപ്പിയത് അതിനകത്തൊന്നും ഇല്ല. ദൈവമേ, എനിക്ക് ടെൻഷൻ ആയിട്ട് വൈകിട്ട്. ടെൻഷൻ ആവല്ലേ. ഈ നമ്മുടെ ഈ റൂം വിട്ടിട്ട് ആ സാധനം എവിടെയും പോകത്തില്ല. എന്ത് കഷ്ടം നോക്കി. അവൻ എവിടെ കൊണ്ടുപോയാ വെച്ചിനാവോ? അത് അവനാണോ നീയാണോ കളഞ്ഞത്? ചാരുമോളെ, കോളടിച്ചല്ല, ലോട്ടറി ഒക്കെ അടിച്ചല്ലേ. കോട്ട് അടിപൊളി. നീ ഇവിടെ കാണുവോ? ഇവിടുന്ന് എവിടെയെങ്കിലും പോവോ? അല്ല, എന്തൊരു വിഷമോ? അത് ആനന്ദ കണ്ണിരമ്മാവാ. ഒന്ന് പോയേടി. ആ ലോട്ടറി ടിക്കറ്റ് ഇവിടെ കൊണ്ട് കളഞ്ഞു. ലോട്ടറി കളഞ്ഞ? എവിടെ കൊണ്ട് കളഞ്ഞ്? അമ്മ, ഞാൻ ആ ബാഗിൽ വെച്ചതാ. നോക്കിയിട്ട് കാണില്ല. അതല്ല ശരി. ലോട്ടറി കളഞ്ഞു. പിന്നെ അങ്ങനെ ലോട്ടറി അടിച്ചെന്നറിഞ്ഞ നീ? അവനാ നമ്പർ അറിയായിരുന്നു. എന്നിട്ട് ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോ അടിച്ചെന്ന് മനസ്സിലായി. അങ്ങനെ പറയല്ലേ അമ്മാവാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പോയി തപ്പാം. ഞങ്ങൾ ഇവിടെയൊക്കെ തപ്പി, പാനിലൊക്കെ തപ്പി. അമ്മാവാ, ഒന്ന് നോക്കമ്മാ എവിടെയെങ്കിലൊക്കെ. 1 ലക്ഷം രൂപ ഞാൻ എവിടെയെന്ന് പറഞ്ഞു നോക്കാൻ? നീ ശരിക്കും ആലോചിച്ച് നോക്ക് ചാരു. എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. ഞാൻ ബാഗിൽ തന്നെ വെച്ചത്. ഒരു 70 ലക്ഷം രൂപ എഴുതിയിരുന്നായിരുന്നു. ഈ 70 ലക്ഷം രൂപ ലോട്ടറി പിന്നെ 70 എന്നല്ല, പിന്നെ വേറെ വല്ലതും എഴുതുമോ? ചീത്ത പറയണ. ഞാൻ വന്ന വഴിക്കൊന്ന് പോയി നോക്കമ്മാവാ. വലിയ കഷ്ടം തന്നെയാണ് നിങ്ങളെ കാര്യം. 70 ലക്ഷം രൂപ. എടി എന്നാവും കൊല്ലോടി. പിന്നെ 70 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞെടുത്ത് കൊല്ലുവാണ്. എന്താ ചെയ്യണത്? എന്തോ ഭാഗ്യത്തിന് അടിച്ചായിരുന്ന ലോട്ടറി. ഇവിടെ കഷ്ടപ്പാടൊക്കെ മാറിയാണ്. അപ്പൊ അവൻ്റെ ഒന്നുകൂടെ നോക്കി ചാരു നീ. മാഡം, ഈ ബമ്പർ ടിക്കറ്റ് എന്ന് പറയുമ്പോഴേ വലിയൊരു എമൗണ്ട് അല്ലേ? ഒരു 25 വരുമായിരിക്കും. 25 കോടിയൊക്കെ വരുമായിരിക്കും. അതൊക്കെ അവന് കിട്ടുമോ മാഡം? അല്ല, ഓണം ബമ്പറിൽ 25 കോടി. അല്ല, ബമ്പർ എന്നൊക്കെ പറയുമ്പോൾ 5 കോടിൻ്റെ ഉണ്ട്, 1 കോടിൻ്റെ ഉണ്ട്, ഒരുപാടുണ്ടല്ലോ. അത് അവർ ഏത് ടിക്കറ്റ് എടുത്തെന്ന് നമുക്കറിയില്ലല്ലോ. 25 കോടി ആണെങ്കിൽ ടാക്സ് ഒക്കെ കഴിച്ചിട്ടൊരു പകുതി കിട്ടും. 12-13 കോടിക്കുള്ളിൽ കിട്ടും. ക്യാഷ് ആയിട്ടോ? പിന്നെ ക്യാഷ് ആയിട്ടല്ലാണ്ട് ടാക്സ് കഴിച്ചിട്ട് എനിക്കൊരു അടിച്ചു കഴിഞ്ഞാൽ പഠിത്തം നിർത്തി പോയനെ. അല്ല, നീ എന്താ ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ വേണ്ടിയാണ് പഠിക്കുന്നത്? പൈസ കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ്സിലിട്ട് വലിയ അത് ലാഭിച്ചൂടെ? എന്റെ പൊന്നെ, ഇത്രയും ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ ഇത്ര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നോ? കൊള്ളാം, നല്ല ബുദ്ധിയുള്ള മക്കള്.
ആ എന്താ ചെയ്യാ മാഡം നീ എന്തോന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നേ? അതെ മാഡം, ആ മറ്റേ ചാരുമൊക്കെ അടിച്ചില്ലേ ലോട്ടറി, ആ ആ ടിക്കറ്റ് കാണാനില്ല. ലോട്ടറി ടിക്കറ്റ് കാണാനില്ലെന്നോ? ഓ എന്തോന്നിത്, ഒരു ശ്രദ്ധയില്ലാതെ അവിടെ ഇവിടെയും കൊണ്ടുവെക്കുന്നത്. എന്റെ ഈശ്വരാ. ചാരു, ചാരു, എന്താ മാഡം? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തോന്ന് കാണിക്കുന്നേ? ജയം പറയുന്ന ലോട്ടറി ടിക്കറ്റ് കാണാനില്ലെന്ന്? ഇല്ല, നിങ്ങൾ എവിടെയാ കൊണ്ട് വെക്കുന്ന കുട്ടികളെ? ഓർമ്മയില്ല മാഡം. എന്റെ ദൈവമേ, എത്ര വലിയ കാശാണിത്. എന്താ? അയ്യോ, പവി വിളിക്കുന്നു. എടുക്കേ. ഞാൻ എടുക്കൂല. എന്റെ ദൈവമേ. എന്നെ അവൻ കൊല്ലും അമ്മാവാ. അല്ല മോളൊരു കാര്യം ചെയ്യ്, എന്തായാലും ഇപ്പൊ ഫോൺ എടുക്കണ്ട. അത് മാഡം ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാലേ ഈ കാര്യം അറിഞ്ഞാൽ ചെറുക്കൻ ബോധം കിട്ടാത്ത എവിടെയാണെങ്കിൽ ആ പെട പ്രശ്നം. ഓ, നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവിടെ തപ്പി നോക്കാം മാഡം. നമുക്ക് തപ്പി നോക്കി നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാന്നാലേ, തപ്പി നോക്ക്, കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസിന് സഹായം തരാം. പോലീസിന് ഇതല്ലേ പണി, നമ്മുടെ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ. പിന്നെ അടിച്ച് ലോട്ടറി ടിക്കറ്റ് കാണാതെ ഇരുന്ന പിന്നെ പോലീസ് സഹായിക്കൂലേ? അല്ല മോളെ, ഫസ്റ്റ് പ്രൈസ് എത്രയാ? 70 ലക്ഷം രൂപ. 70 ലക്ഷം? ദൈവമേ. നിങ്ങളെ ആ ലോട്ടറി ടിക്കറ്റ് എടുത്തതിന് ശേഷം എന്തൊക്കെയാണ്, എവിടെയൊക്കെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് പറ. ഞങ്ങൾ സ്ഥിരം ഇരിക്കാറുള്ള സ്ഥലത്ത് പോയിരുന്നായിരുന്നു. ശരി. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് ബേക്കറി പോയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു. ഇത്രയും സ്ഥലങ്ങളിലൊക്കെ പോയാ? അങ്ങനെയാണെങ്കിൽ എന്തായാലും ലോട്ടറി ടിക്കറ്റ് അവിടെ എവിടെ തന്നെ കാണും. എന്തായാലും ഈ വീട്ടിലില്ല, ഞാൻ എല്ലായിടവും തപ്പി. അമ്മാവ ഇവിടെ തന്നെ ഉണ്ട് അമ്മാവാ. വീണ്ടും വീണ്ടും ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞോണ്ട് നീ ഒരു കാര്യം ചെയ്യും. പിന്നെ ഇവിടെ തന്നെ തപ്പ്. എന്റെ മനസ്സമാരോട് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരട്ടെ. ഓ, മോളെ ബേക്കറിയിൽ പോയപ്പോ അവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നോ? എന്നാപ്പാ. എടാ, നീ എല്ലായിടത്തും തപ്പിയാ? എന്നാലും ഞാൻ ഒന്നുകൂടി തപ്പിട്ട് വരാം. നന്നായിട്ട് നോക്കുക കേട്ടാ. എന്തൊക്കെ കൂറ സാധനങ്ങൾ അതിനകത്ത് കിടക്കണേ. ഇവള് ഫുഡ് ഡെലിവറിക്ക് വരാൻ വേറെ വല്ലോണം അതിനകത്ത് ചെയ്യണേ. ഇതിനകത്ത് ഇത്ര ഓറയോ? ബില്ലുകൾ മൊത്തം ഉണ്ട്. ഒന്നുമല്ല. ഓ കണ്ടോ, ന്യൂസ് പേപ്പറൊക്കെ കൊണ്ട് വെച്ചേക്കുക. ഇതിന്റെ അടിയിൽ വല്ലതും ഉണ്ടോ? അത് പേപ്പറാ ചാരു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം അവസാനിച്ചു. കപ്പലണ്ടി. കപ്പലണ്ടിയോ? കപ്പലണ്ടി. ഏടി ദുഷ്ട, നീ എനിക്ക് തരണ കപ്പലണ്ടി ഒന്നല്ലേ? അമ്മാവനെ വിളി. അമ്മാവാ. ഓ ശരി, അമ്മാവനെ ഫോണിൽ വിളിയടി. എന്തിന് പറയാ? വിളിക്കണേ. വിളിക്കാം അമ്മാവനെ. എന്നാലും എന്റെ മോളെ, കപ്പലണ്ടി തിന്ന് കളയുന്നതിന്റെ കൂട്ടത്തില് വേസ്റ്റിന്റെ കൂടെ ഈ ലോട്ടറി ടിക്കറ്റും കൂടി കളഞ്ഞതേ വളരെ മോശമായി പോയി. മാഡം, ഞാൻ പേപ്പർ എറിഞ്ഞ് കളഞ്ഞപ്പോഴേ കടലാസ് മാറിപ്പോയതാ. പവ്യങ്ങനെ എന്നെ കൊല്ലും ചാരു, കണ്ടോ? ആ മതി, പോട്ടെ. ജയന്റെ കൈ കിട്ടിന്നല്ലേ പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം. അല്ല മോളെ, ആ മോൻ എവിടെ? ആ മോൻ വരും പറഞ്ഞില്ലേ? ആ പവി ഇപ്പൊ വരും. വരുവാ? ശരി ശരിയാ. അവന്റെ നിഴലോട്ട് അങ്ങനെ കൊണ്ട് ഇവര് കാല് വെട്ടുന്ന പെണ്ണു. ഇപ്പൊ മോൻ വരട്ടേന്ന് വരും. മക്കളെ, ഞാന് എവള് പറഞ്ഞ സ്ഥലത്ത് പോയി നോക്കി നോക്കിയപ്പോടെ കാണാനില്ല. നമ്മളതൊക്കെ തെരഞ്ഞു നോക്കി കുറച്ചങ്ങോട്ട് മാറി ചുരുണ്ട് കിടക്കണം. ആരെ കണ്ണിലും പറ്റില്ല. 70 ലക്ഷം. ഒന്ന് കാണിക്കടി. ഓ, ഇതിനെ കൊണ്ട് എന്തൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമല്ലേ? മോനെ വാ, ഇങ്ങോട്ട് വാ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അല്ല വേണ്ട, മോനെ ഇങ്ങോട്ട് വാ. വാ, വാ, കൂട്ടിട്ട് ഇങ്ങോട്ട് വാ. കൂട്ടിട്ട് ഇങ്ങോട്ട് വാ, വേഗം വാ. വാ മോനെ. വണ്ടിക്ക് ഇവിടെ ഇരിക്കട്ടെ. ഈ തള്ളക്ക് ഓരോ സമയം ഓരോ ക്യാരക്ടർ. വാ മോനെ. വാ മോനെ. അന്ന് വന്നപ്പോ ഈ സ്നേഹമൊന്നും ഇല്ലായിരുന്നു. സാരല്ല, ഇന്നിപ്പോ എനിക്ക് ഭയങ്കര സ്നേഹം കാണുമ്പോ. ടിക്കറ്റ് കളഞ്ഞു പോയില്ലേ? പേടിക്കണ്ട. എന്റെ നേതൃത്വത്തിൽ ഞാൻ പോയി അന്വേഷിച്ച് പറക്കി ഇവിടെ കൊണ്ടുവന്നിട്ടോ.
അതെ അതെ പതിമോനെ നമുക്ക് ഇന്നിപ്പോ ബാങ്കിൽ പോകാൻ പറ്റില്ല, ഒരുപാട് താമസിച്ചു. നമുക്ക് നാളെ രാവിലെ പോകാം. അതെ, ബാങ്കിലെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ ഒരാളെ വിളിച്ച് പറഞ്ഞു റെഡിയാക്കി തരാം. അപ്പൊ ഈസി ആയിരിക്കും. ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. പ്രൈസ് അടിച്ച പൈസ വാങ്ങിക്കണ്ടേ? അയ്യോ, അത് ബാങ്കിൽ പോണ്ട. ടിക്കറ്റ് എടുത്ത ആളുടെ കൈ കൊടുത്ത അയാൾ തരും പൈസ. ഫസ്റ്റ് പ്രൈസ് 70 ലക്ഷം രൂപ ആ ലോട്ടറിക്കാരൻ വിൽക്കുന്നവൻ തരുവോ? നമ്മുടെ ലൈഫ് സെറ്റ് ആയല്ലേ? നമുക്കൊരു പത്രം തുടങ്ങണം സ്വന്തമായിട്ട്. 70 ലക്ഷം രൂപ ഫസ്റ്റ് പ്രൈസ് 70 ലക്ഷം രൂപ അല്ലേ? ആർക്കടിച്ച്? നിനക്ക് എനിക്ക് 100 രൂപ അടിച്ചാ അതല്ലേ പറഞ്ഞ പകരം പോയി വാങ്ങിച്ചാൽ 100 രൂപയാ? ഓ 100 രൂപ എന്താ കുറഞ്ഞു പോയാ? എന്റെ ദൈവമേ, നാണം കെട്ട സാധനം. ഇറങ്ങടാ ഇവിടുന്ന്. നേരത്തെ എന്നെ അകത്ത് വിളിച്ച് കയറ്റിയായിരുന്നു. ആ, വിളിച്ച് കയറ്റി മോനെന്ന് പറഞ്ഞു. പോടാ. എവിടെ പോയ? ഇറങ്ങി പോകാൻ. Get out. തള്ളച്ചിക്കൻ്റെ കിട്ടും കേട്ടോ. Useless. നാണം കെട്ട. അവരെടുത്ത് ഞാൻ പറഞ്ഞ 70 ലക്ഷം രൂപ. ഞാൻ പറഞ്ഞ 70 ലക്ഷം രൂപ. എടാ ഞാൻ വിചാരിച്ചു നിനക്ക് 70 ലക്ഷം നീയാണോ പറഞ്ഞ അവരെടുത്ത് 70 ലക്ഷം രൂപ? അങ്ങനെ ഞാൻ എന്തുമാത്രം തെണ്ടിയെന്നറിയാമോ ഈ ലോട്ടറി അവിടെ കാണാൻ വേണ്ടിട്ട്. എന്റെ സ്വപ്നങ്ങള് ദൈവമേ എല്ലാം പോയടി ശ്രീ. പോട്ടെ, തൽക്കാലം ഇത് കൊടുത്ത് മാറാം.